എന്തായാലും എന്നെ തന്നെ നോക്കുന്നേ? പിന്നെ നോക്കാതെ, ഇവിടെ എല്ലാവരും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. പറ, നീ അല്ലേ കേക്ക് കഴിച്ചേ? ദേവദോഷം പറയരുത്. ഇതൊരു കഷ്ണമെങ്കിലും ഞാൻ കഴിച്ചിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു. മുഖലക്ഷണം കണ്ടിട്ട് ഇവൻ തന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നീ എന്ത് പറയാനാ? റോഹിച്ചൻ കഴിക്കത്തില്ല. റോഹിച്ചൻ പറഞ്ഞതുകൊണ്ട് തന്നെ സാറയും കഴിക്കത്തില്ല. പിന്നെ കലോറി പ്രോബ്ലം പറഞ്ഞ് പാറവും കഴിക്കത്തില്ല. പിന്നെ ബാക്കിയുള്ളത് ഞാനും നീയാ. എനിക്കാണെങ്കിലും താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. നീ തന്നെ കഴിച്ചത്. ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ എന്തിനാ നിങ്ങൾ എന്നോട് പറയുന്നേ? പിന്നെ ഇവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലാറ്റിൽ അന്വേഷിക്കണ്ടേ? ആദ്യം നീ ഇവിടുത്തെ കാര്യം പറയും. നീയാണോ കഴിച്ചത്? ഇല്ല റോയിച്ച, സത്യം. കേക്കിന്റെ കാര്യം ഞാൻ മറന്നേ പോയി. മോശമായി പോയി ആനന്ദ്. ആയിക്കോട്ടെ, സാരമില്ല. നോക്കിക്കോ, ഈ കേക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും എടുത്തുവെച്ചാ അവർക്കൊക്കെ ഒടുക്കത്തെ വയറിളക്കായിരിക്കും. മാഡം, രാവിലെ കേക്ക് ആനന്ദ്, ആ കേക്ക് ഒന്ന് എടുത്തേ. ശരി, ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഒരു മിനിറ്റ്. എന്റെ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാനല്ല കഴിച്ചെന്ന്. ഇപ്പൊ മനസ്സിലായി എനിക്ക് ആരൊക്കെയാ കഴിച്ചെന്ന്. ശുദ്ധന്റെ പ്രാക്കിട്ട ഇതാ ഫലം. അയ്യോ, സന്തോഷമായില്ലേ? അല്ല, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ തുടങ്ങിയ വർക്കൊന്നും നിർത്തണ്ട. തന്റെ പഴയ പ്രൊഡ്യൂസറിന്റെ അത്രയും ഇൻഡസ്ട്രിയെ പറ്റി വിവരമൊന്നും എനിക്കില്ല. എന്തായാലും ഒരു കൈ നോക്കാം. ഒരു മാർക്കറ്റ് സ്റ്റഡി അത്യാവശ്യമാണ്. എവിടെ പോ? എന്തായാലും കാണാം. ഓക്കെ, ബൈ. നമുക്ക് പോയാലോ റോയിച്ച? പോവാം. എങ്ങോട്ടാ റോയിച്ച നമ്മളീ പോന്നെ? നീ വാ, കേറ്. നമ്മുടെ ആഡ് വന്നേ പിന്നെ ഷോപ്പിൽ ആള് കൂടുതലുണ്ടല്ലേ? ശരിയാ, 6 മണി മുതൽ ഞാനും ടോണിയും കൂടെ നിന്നിട്ട് പറ്റുന്നില്ല. എന്ത് പറ്റുന്നില്ല? ഭയങ്കര തിരക്കാന്ന്. അപ്പൊ ഈ TV, പരസ്യം, സിനിമ ഇതൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടല്ലേ? സ്വാധീനിച്ചിട്ടുണ്ടോന്നോ? അതുകൊണ്ടല്ല ഞാൻ എന്റെ പിറകിലിരിക്കുന്നേ. ഓ, ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്താലോന്ന് ആലോചിക്കാം. അതെന്തായാലും വേണം. എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്നോടല്ലേ നിങ്ങൾ കാര്യമായിട്ട് പറയുന്നേ? നല്ല കാര്യമാണ്. നിനക്ക് വിശ്വാസമാവുന്ന രീതിയിൽ എങ്ങനെ ഞാൻ സത്യമിട്ട് പറയണം. ശരി, എന്തിനെ പിടിച്ച് സത്യം? റോയിച്ചനെ ഏറ്റവും വിശ്വാസമുള്ള ഒന്നിനെ പിടിച്ച് സത്യമിടണം. ടോണിനെ പിടിച്ച് സത്യട്ടോ. അത് ശരി, ബുദ്ധിമുട്ടാ. നീ പറഞ്ഞ കാര്യം ശരിയാ. എനിക്ക് അവൻ വിലപ്പെട്ടതാ, എന്നെക്കാളേറെ. സോറി റോയിച്ച, എന്നാ എന്നെ പിടിച്ച് സത്യട്ടോ. അതും എനിക്ക് ബുദ്ധിമുട്ടാ. ഞാൻ എന്നെ പിടിച്ചങ്ങ് സത്യട്ടേക്കാം. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം, അതിൽ നീ നല്ലൊരു വേഷം ചെയ്യുകയും ചെയ്യും. ഓക്കെ? സൈഡാക്ക് റോയിച്ച, കാര്യം പറയട്ടെ. എന്താടാ? വേണ്ട റോയിച്ച, കലയെ സ്നേഹിക്കാം, ആരാധിക്കാം. പക്ഷെ അതിനുവേണ്ടി കാശ് മുടക്കുന്നത് ഉള്ള ആരാധനയെ നശിപ്പിക്കും. അതെന്റെ അനുഭവം പഠിപ്പിച്ചതാ. വിശ്വേട്ടന എന്റെ അനുഭവ ഗുരു. ഞാൻ റോയിച്ചനോടും പറയാ, പണം എറിഞ്ഞ് എനിക്ക് കലാകാരനാവണ്ട. എനിക്കറിയാം റോയിച്ചൻ ഇതൊക്കെ എനിക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന്. പക്ഷെ ഇത്ര വേണ്ട റോയിച്ച, വേണ്ട. കേറ്.